ഹായ്, എൻ്റെ പേര് അശ്വതി. ഞാൻ കേരള യൂണിവേഴ്സിറ്റീസ് ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ MFSc 2ാം വർഷ വിദ്യാർത്ഥിയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇത് ഞങ്ങളുടെ ഫാമാണ്, കേജ് കൾച്ചറാണ്, കൂട് കൃഷിയാണ് ഞങ്ങൾ തുടങ്ങിയേക്കുന്നത്. അതിനൊന്നിച്ച് ഞങ്ങൾ ഞണ്ടും ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയല്ല, ക്രാബ് ഫാറ്റനിങ് എന്നാണ് പറയൽ. അതായത് പഞ്ഞി ഞണ്ടിനെ കൊണ്ടുവന്നിട്ട് 20 ദിവസം നമ്മളതിനെ തീറ്റ കൊടുത്തിട്ട് കട്ടി വെപ്പിക്കുക എന്നുള്ള പ്രോസസ്സാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ക്രാബ് പഞ്ഞി ഞണ്ട് അതിന് ഞങ്ങളൊരു 500 രൂപ കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു 20-30 ദിവസം കൊണ്ട് 2500 രൂപ വരെ മതിക്കുന്ന ഞണ്ടാക്കി മാറ്റുവാണ് ഫാറ്റനിങ് എന്ന പ്രോസസ്സിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പഞ്ഞിഞ്ഞണ്ടിനെ വാട്ടർ ക്രാബിനെ വാങ്ങിച്ചിട്ട് ഇതുപോലുള്ളൊരു ഡ്രമ്മിലേക്ക് ഇട്ട് വെച്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് റോപ്പ് വെച്ചിട്ട് ടൈ ചെയ്യും. അതിനുശേഷം ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇങ്ങനെ താഴ്ത്തി ഇടുകയാണ് ചെയ്യുന്നത്. ഏകദേശം 90 സെൻറ്റിമീറ്റർ താഴ്ചയിലാണ് അപ്പോൾ ഈ ഡ്രം ഇരിക്കുന്നത്. ടെമ്പറേച്ചർ പ്രോബ്ലം, pH ഫ്ലക്ച്വേഷൻ ഒന്നും അത് അധികം ബാധിക്കത്തില്ല ഫ്ലോട്ടിംഗ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എൻ്റെ പേര് അരുൺ. എൻ്റെ സ്ഥലം അരൂരാണ്. ഞാനും അശ്വതിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഫാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഫാം പനങ്ങാട് ചേപ്പനം എന്ന് പറയുന്ന സ്ഥലത്താണ്. കുഫോസ് യൂണിവേഴ്സിറ്റിയുടെ അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററുള്ളിലായിട്ടാണ് നമ്മൾ ഈ ഫാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ മഡ് ക്രാബിൻ്റെ സംരംഭം നിങ്ങൾ തുടങ്ങാനുള്ള ഒരു കാരണം എന്താ? ഞങ്ങൾ പഠിച്ചതും കാര്യങ്ങൾ എല്ലാം ഇത് തന്നെയാണ്, അതായത് അക്വാകൾച്ചർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ UG ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അത് ബാച്ചലർ ഓഫ് ഫിഷറി സയൻസ് ആണ് പഠിച്ചത്. ശേഷം PG ഇപ്പോൾ ചെയ്യുന്ന ഒരുമിച്ചാണ്. അങ്ങനെ ഒരു 2ാം വർഷത്തിൽ തന്നെ നമുക്കൊരു സ്വന്തമായി സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹത്തിലാണ് കൺസൾട്ടേഷനും കാര്യങ്ങളും കൃഷിയൊക്കെ തുടങ്ങിയത്. അപ്പോൾ PG ആയപ്പോൾ ഞങ്ങൾ കൂട് കൃഷി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ള ഐഡിയയിലാണ് ഞങ്ങൾ മഡ് ക്രാബിലേക്കും കൂടെ ചെയ്യാം, ഈ കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് വളർത്തി നോക്കാമെന്ന് പറഞ്ഞു. ഒരു ക്രാബിൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്കൊരു 200 ക്രാബ് ഇവിടെ, കൊല്ലത്തായിട്ടൊരു 10-100 ക്രാബ് അവിടെയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഈ മഡ് ക്രാബ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൃഷി നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്? ഇവിടെ ഇപ്പോൾ നമ്മുടെ കരിമീനുണ്ട്, അതുപോലെ തന്നെ ആവോലി വറ്റ, പൊമ്പാനോ എന്ന് പറയുന്ന മത്സ്യമുണ്ട്. ഈ 2 മത്സ്യങ്ങൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഫീമെയിൽ മഡ് ക്രാബാണ്. അപ്പോൾ ഫീമെയിൽ മഡ് ക്രാബിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫ്ലാപ്പ്, അബ്ഡോമനിൽ കാണുന്ന ആ ഫ്ലാപ്പ് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ആലില ഷേപ്പ് ഫ്ലാപ്പായിരിക്കും ഫീമെയിലിനുള്ളത്. മെയിലാണെങ്കിൽ ട്രയാങ്കുലർ ഫ്ലാപ്പായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം 900 ഗ്രാം വരുന്ന ഒരു ഫീമെയിൽ ക്രാബാണ്. അപ്പോൾ ഇതിന് കിലോക്ക് 2200 രൂപ വരെ ഇപ്പോൾ കിട്ടാം. 1900 മുതൽ 2200 രൂപ വരെ വില. മാർക്കറ്റ് ഡിമാൻഡിനനുസരിച്ച് ഓരോ ദിവസം ഫ്ലക്ച്വേഷൻ ഉണ്ടാവും പ്രൈസിന്. ഇതൊരു ആൺഞണ്ടാണ്, മറ്റേത് നേരത്തെ കണ്ടത് പെൺഞണ്ടായിരുന്നു. ഇതിന് ഏകദേശം നമ്മൾ 1 കിലോ 600 ഗ്രാമോളം സൈസ് ഉണ്ട് ഇതിപ്പോൾ ഈ വെയിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇവന് നമ്മൾ വാട്ടർ ആയിരിക്കും, വാട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ടുള്ള, വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതേ സൈസ് തന്നെ ഉണ്ടാവും. അതായത് ചിലപ്പോൾ 1-400 ഉണ്ടാവുള്ളൂ. ഇവൻ്റെ തോടിൻ്റെ കട്ടി കുറവായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ നോക്കിയാൽ കട്ടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മനസ്സിലായോ? ആ ഞെങ്ങാതിരിക്കുന്നതിനാണ് നമ്മൾ മഡെന്ന് പറയും. ഇവിടെ ഞെങ്ങും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ക്രാബ് എന്ന് പറയും. അപ്പോൾ ഇതിനെ കൊണ്ടുവന്ന് നേരത്തെ കണ്ട ആ കണ്ടെയ്നേഴ്സിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒരു 20 ദിവസം മുതൽ 40 ദിവസം വരെ തീറ്റ കൃത്യമായിട്ട് കൊടുത്ത് അതിന് ആവശ്യമായുള്ള മരുന്നുകളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 20 ദിവസം കൊണ്ട് അവർ വളർന്ന് വലുതാവുന്ന പറഞ്ഞാൽ കട്ടി വയ്ക്കും. അപ്പോൾ നമ്മൾ ജിമ്മിൽ വിടുന്ന പോലെ ഇരിക്കും. അപ്പോൾ ആ കട്ടി വയ്ക്കുന്ന സ്പോട്ട് ക്വാളിറ്റിക്കാണ് നമുക്ക് വില കിട്ടുന്നത്. വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഞങ്ങൾ 600-650 രൂപ വരെയും കൊടുത്താണ് മഡ് ക്രാബ് വാങ്ങുന്നത് 1 കിലോയ്ക്ക്. അതിനെ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഏകദേശം 2650 രൂപയോളം വില കിട്ടുന്നുണ്ട് 1 കിലോ. എത്ര ദിവസവും നിങ്ങൾ ഈ കൂടിലാക്കി? അത് നമ്മുടെ ഇവിടുത്തെ ഉപ്പ് അനുസരിച്ചിരിക്കും. ഉപ്പ് കുറയും തോറും കൂടുതൽ ദിവസങ്ങൾ ഇടേണ്ടി വരും. എന്നാലും ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം 20 മുതൽ 40 ദിവസം വരെയാണ്. ഇപ്പോൾ നേരത്തേക്ക് 20 ദിവസം കൊണ്ടാവും. ഇപ്പോൾ നമുക്ക് ഏകദേശം 30-35 ദിവസം വരെ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഇത്ര ഏരിയയിൽ ഏകദേശം എത്ര ഈ ഞണ്ടിൻ്റെ? 200 ഡ്രമ്മുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയായതുകൊണ്ട് വളരെ എണ്ണം ഇച്ചിരി കൂടെ കുറച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ വീണ്ടും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ മലിനീകരണ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളിപ്പോൾ വീണ്ടും കൂട്ടിക്കൊണ്ട് വരുവാണത്. ഇതിപ്പോൾ റെഡി ടു സെയിൽ എങ്ങനെ നിങ്ങൾക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മൾ ഓരോ ബോക്സിലും നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഈ റാമ്പിലൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഡേറ്റ് എഴുതി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഏത് ദിവസത്താണ് ഡേറ്റിൽ ആ ഡേറ്റിനനുസരിച്ച് നമ്മൾ ഈ ക്രാബിനെ കൊണ്ട് ഇടുവാണ്. ആ ഡേറ്റിനനുസരിച്ച് അതിൻ്റെ മുകളിൽ അതിൻ്റെ വെയിറ്റ് എഴുതും എത്ര കിലോ ഉണ്ടെന്ന്. അപ്പോൾ നമുക്കറിയാം 30 ദിവസം കഴിയുമ്പോൾ ഇവനെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് എടുത്തിട്ട് നമ്മളിതിനെ ഞെക്കി നോക്കും. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. ഇത് നിങ്ങളിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ചിട്ടില്ല, എങ്ങനെയാണ് അതിൻ്റെ? ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൂട് കൃഷി ചെയ്യുന്ന ആൾക്കാർ, കടലിൻ്റെ അടുത്തുള്ള ആൾക്കാർ, ഏകദേശം ചെറിയ ഉപ്പ് കിട്ടുന്ന സ്ഥലത്തുള്ള ആളുകളാണെങ്കിൽ ഇതൊരു സ്ഥിര വരുമാനമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം കേരളത്തിൽ വേമ്പനാട് ഇത്രയും ദൂരമുള്ള
വേമ്പനാട് ലേക്കിൻ്റെയും കൈതപ്പുഴ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അഷ്ടമുടിയുടെ അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം കിട്ടും. കാരണം 365 ദിവസവും സെയിൽ കിട്ടുന്ന ഒരു വസ്തുവാണ് നമ്മുടെ മഡ് ക്രാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു 600 രൂപ മുടക്കിയാൽ 20 ദിവസത്തിനുള്ളത് 2600 രൂപയ്ക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ദിവസം കർഷകർ നമ്മുടെ ഫാമിൽ കൊണ്ടുവന്ന് ഈ ഞണ്ടിനെ കാണിച്ചു കൊടുത്ത് ഇപ്പോൾ ഞെക്കി നോക്കിയാൽ ഇത് മഡാണോ മറ്റേതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് മഡ് ക്രാബും അതുപോലെ വാട്ടർ ക്രാബും കിട്ടുക, എവിടെ നിന്ന് എടുക്കാം, എവിടെ വിൽക്കണം, അതാണല്ലോ പൊതുവായിട്ട് അറിയേണ്ടത്. എന്തൊക്കെ തീറ്റ കൊടുക്കണം, എന്തൊക്കെ തരത്തിലുള്ള മരുന്നുകൾ ഇവർക്ക് കൊടുക്കണം, എന്തൊക്കെ രീതിയിലുള്ള രോഗങ്ങൾ വരാം, ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ക്ലാസ്സുകൾ 4-ാം ശനിയാഴ്ചകളിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർഷകർ വരുവാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിന് ആവശ്യമായിട്ടുള്ള സഹകരണത്തോടുകൂടി ഒരു ക്ലാസ്സുകൾ എടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കർഷകർക്ക് മാക്സിമം പഠിക്കുകയും സ്വന്തമായി ചെയ്തു കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഓൺലൈൻ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വലിയ ഫാമുകളാകുമ്പോൾ മാത്രമാണ് കൺസൾട്ടേഷൻ സർവീസിലേക്ക് മാത്രം നമ്മൾ പോകുന്നത്. കുറേ ആളുകൾ ഇതിന് നമ്മുടെ ട്രെയിനിങ് എടുക്കുകയും ഏകദേശം ഇപ്പോൾ 80 പേരോളം ട്രെയിനിങ് എടുക്കുകയും അതൊരു 10-20 പേരോളം ചെയ്തു നോക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതൊരു മാന്യമായൊരു വരുമാന മാർഗ്ഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇതിനുള്ള സ്ഥലം കണ്ടെത്തിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുഴയുടെ അടുത്ത് അല്ലെങ്കിൽ ലേക്കിൻ്റെ അടുത്ത് അങ്ങനെയുള്ള സ്ഥലത്തല്ല എൻ്റെ വീടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെന്ന് ഫിഷറീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് സ്ഥലത്താണോ ഏത് ജില്ലയിലാണോ ഫിഷ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് അവിടെ ചെന്ന് സംസാരിക്കുകയും അവരോടൊരു കൂട് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. അതിന് ശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ കുമ്പളം പഞ്ചായത്താണ്, നല്ല പഞ്ചായത്തായതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിൽ പോയി അവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തേക്കും കൃത്യമായിട്ട് എനിക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും NOC വളരെ വേഗത്തിൽ ചെയ്തു തരികയും അത് സംബന്ധിച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഈ മാർക്കറ്റിങ്ങും കാര്യങ്ങളും? ഇത് ശരിക്കും പുറം രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രീസായ സിംഗപ്പൂർ, തായ്ലൻഡ്, ചൈന മുതലായുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഡിമാൻഡുള്ള ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 365 ദിവസവും നമുക്ക് സെയിലുണ്ട്. ഇത് സാധാരണ മത്സ്യത്തൊഴിലാളികൾ കായലിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിത് ഉറയ്ക്കാത്ത ഞണ്ടിന് കിട്ടുന്ന ഒരു അവസ്ഥ വരാറുണ്ട് മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ. അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ലാഭമാക്കാം എന്നുള്ള ചിന്തയിൽ വന്നത്. 325 ദിവസം പോകും, 2600 രൂപയോളം നമുക്ക് ഇവിടെ കിട്ടുന്നതും അത് എക്സ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ വളരെ വില കൂടുതലാണ് കിട്ടുന്നത്. നേരത്തെ ശ്രീലങ്കൻ മഡ് ക്രാബ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീലങ്കൻ മഡ് ക്രാബിൻ്റെ ഒരു വംശനാശം അവിടെ ഒരു ഇഷ്യൂ ഒക്കെ കാരണം ഇപ്പം നമുക്ക് ഡിമാൻഡുണ്ട് അത്യാവശ്യം. എങ്ങനെ നിങ്ങൾ രണ്ടാളും ഈ ഒരു സംരംഭത്തിലേക്ക് ഒന്നിച്ചത്? കൂടെ പഠിക്കുന്ന സമയത്ത് തന്നെ അശ്വതിക്കായാലും എനിക്കായാലും ഒരു ജോലി എന്നതിനപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തൊരു സംരംഭം തുടങ്ങുക, കുറച്ച് പേർക്കെങ്കിലും ജോലി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നതായാലും പഠിച്ചതായാലും എല്ലാം സെയിം ആയതുകൊണ്ടും കർഷകരെ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ സംരംഭകരെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു ആശയത്തിലൂന്നി രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പുതിയ ആൾക്കാർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു മാർഗനിർദ്ദേശങ്ങൾ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്വാകൾച്ചർ എന്ന് പറയുന്നത് വളരെ ഒരു വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ്. ഇപ്പോൾ ചൈനയാണ് ഒന്നാമത് നിൽക്കുന്നത്, രണ്ടാമതാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ആ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് റിസോഴ്സുകളുണ്ട്, നമുക്ക് മാർക്കറ്റുണ്ട്, നമുക്ക് ചെയ്യാനായിട്ട് കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്നതിലും അതിലുപരിയായിട്ട് ഇത് കൂടുതൽ പഠിക്കും. ഇന്ന് എല്ലാ റിസോഴ്സുകളും നെറ്റിലായാലും യൂട്യൂബിലായാലും എല്ലാം അവൈലബിളാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് ഒരു കാര്യം പുതിയതായിട്ട് ചെയ്തു നോക്കുക. ഒരു ട്രഡീഷണൽ കാര്യങ്ങളല്ല കോഴ്സ് ചെയ്യുന്നതിനപ്പുറം നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അത് എക്സ്പെരിമെൻ്റ് ആയാലും ചെയ്ത് നോക്കി ഫെയിലിയർ ആണെങ്കിലും കുഴപ്പമില്ല, അതിൽ സക്സസ് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ കുറേ കൂടെ മുന്നോട്ട് പോകാനായി നമുക്ക് പറ്റും. ഈ മഡ് ക്രാബിൽ എത്ര വിധമുണ്ട്? നമ്മൾ സൈസ് വെച്ചിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സ്പോർട്ടിന് വരുമ്പോൾ 4 ഗ്രേഡാണുള്ളത്. XXL, XL, ബിഗ്, മീഡിയം. ഇതൊരു XXL ആണ്. XXL എന്ന് പറഞ്ഞാൽ 1 കിലോന് മുകളിലുള്ളത്. XL എന്ന് പറഞ്ഞാൽ 750 ഗ്രാം മുതൽ 1 കിലോ വരെ. ബിഗ് എന്ന് പറഞ്ഞാൽ 500 മുതൽ 750. അപ്പോൾ 500 താഴെ ഇല്ലയാണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ വില അതിനനുസരിച്ച് മാറുന്നുണ്ട്. XXLന് 2600 പെർ കിലോ. സിംഗിൾ XL ആണെങ്കിൽ XL ആണെങ്കിൽ 2000 വരെ കിട്ടും. 1900 മുതൽ 2000 വരെ. പിന്നെ അതിന് താഴെ ബിഗ് ആണെങ്കിൽ 1100. മീഡിയന് വില 850. ഇതിൽ ഈ മഡ് ക്രാബിൻ്റെ ഈ കാല് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് റിട്ടേൺ വരൂലേ? റിട്ടേൺ വരും, പക്ഷേങ്കിൽ അതിനെ നമ്മൾ ഹാൻഡിക്യാപ്ഡ് വിഭാഗത്തിലാണ് കൂട്ടുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഇതിൻ്റെ കാല് പോയിട്ട് റീജനറേറ്റ് ചെയ്ത് വന്നാലും ഇതിന് ആ വില കിട്ടത്തില്ല. XXLന്റെ വില കിട്ടത്തില്ല, ഒറിജിനലിന്റെ വില കിട്ടത്തില്ല. മീഡിയന്റെ വിലയെ കിട്ടത്തുള്ളൂ. ഇത് ശരിക്കും ഇത് ഇവര് കൊയ്ക്കുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ, ഇപ്പൊ എന്തെങ്കിലും കുടുങ്ങിയാൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ പിടിക്കാൻ പോകുന്നൊക്കെ കണ്ടാൽ അത് വിടിയിച്ച് കളയും. പല്ലിയൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡാണ്, അതാണ് ചെയ്യുന്നത്.
നിങ്ങൾ ഈ ഞണ്ടിന് എന്താ നിങ്ങൾ ഈ തീറ്റായിട്ട് കൊടുക്കുന്നത്? ഞങ്ങൾ ട്രാഷ് ഫിഷ് എന്ന് പറയും. അതായത് മാർക്കറ്റിൽ സെക്കൻഡ് ഗ്രേഡ് വരുന്ന മീൻ, വില കുറഞ്ഞ ഇപ്പം 50 കിലോക്ക് 50 രൂപയൊക്കെ വരുന്ന മീനാണ്. അതിപ്പോൾ ഏതായാലും അയലയായാലും മത്തിയായാലും ചെറിയ ചെറിയ മീൻ, നെത്തോലിയൊക്കെ പോലെയുള്ള മീനൊക്കെയാണ് നമ്മൾ വെയിറ്റിൻ്റെ 10% വെച്ചിട്ട് ഡെയിലി ഫീഡ് ചെയ്യുന്നത്. എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ട്? നമ്മുടെ സംരംഭം തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ ഏകദേശം 4-ാം വർഷമായി. പക്ഷേ ഞണ്ട് കൃഷി ക്രാബ് ഫാറ്റിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 5-ാമത്തെ മാസം. പിന്നെ അടുത്ത നിങ്ങളെ നെക്സ്റ്റ് ബാച്ച് എപ്പോൾ ഈ ട്രെയിനിങ്? ഇതിപ്പോൾ നമുക്ക് 25 മെയ്യിൽ, അതായത് ഈ വീഡിയോ എടുക്കുന്നതാണെങ്കിൽ നാളെ നമുക്ക് ക്ലാസ് ഓൾറെഡി ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ ജൂൺ 29-ാം തീയതി ഒരു ക്ലാസ് വയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകം ക്ലാസ്സുകൾ കൊടുക്കുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കോളേജ് വിദ്യാർത്ഥികൾ, സംരംഭം തുടങ്ങാൻ കുറേ ആളുകൾ പാഷനേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അവർക്കൊക്കെ വളരെ എളുപ്പം ചെയ്യാവുന്ന, കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ ഏരിയയിൽ നമ്മൾ ലീസിനെടുത്തേക്കും വെറും വർഷത്തിൽ എനിക്ക് 2000-3000 രൂപ താഴെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പൊതുജലാശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല സുന്ദരമായിട്ട്, ഇതൊരു ഇൻഡിജിനസ് സ്പീഷീസ്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുവരുന്ന ഒരു മത്സ്യമാണ്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് പോലുമല്ല. അപ്പോൾ പ്രകൃതിക്കോ മനുഷ്യനോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കൃത്യമായി കണ്ട് പഠിച്ച് പോകുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ? എങ്ങനെയാണ് സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന്, ഞങ്ങളുടെ വെബ്സൈറ്റിൽ കയറാം. ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്, fishfarmingconsultant.com പോവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എൻ്റെ ഫോൺ നമ്പർ, വാട്സാപ്പ് ഉപയോഗിച്ച് നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ പേരും അഡ്രസ്സും നമ്മൾ വാങ്ങിക്കുകയും അവർ ഏത് ബാച്ചിലാണോ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ബാച്ചാണോ വരുന്നത് ആ ബാച്ചിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ആക്കുകയും ചെയ്യുന്നത്. ഓരോ 4-ാം ശനിയാഴ്ചയും ഗ്രൂപ്പാക്കി കൃത്യമായിട്ട് അവർക്ക് വരേണ്ട വഴികളും ഫാമിൽ കൊണ്ടുവന്ന്, അതായത് ഏറ്റവും പ്രത്യേകം നമ്മളൊരു ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുത്തിയല്ല, ഇവിടെ ഫാമിൽ കൊണ്ടുവന്ന് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടാണ് പ്രത്യേകം അവർക്ക് സർട്ടിഫിക്കറ്റും കൂടെ കൊടുത്തത്. അതായത് അവർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്നുള്ള രീതിയിലൊരു സർട്ടിഫിക്കറ്റും കൂടെ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, ആ സ്റ്റാർട്ടപ്പിൻ്റെ കീഴിൽ കൊടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നീടും നിങ്ങൾ ഈ സ്റ്റുഡൻസുമായിട്ട് ഒരു കീപ് ടച്ച് ഉണ്ടാവും? ഉണ്ട്. നമ്മളിപ്പോഴും ആദ്യം തുടങ്ങിയ ബാച്ച്, ഏപ്രിലിൽ തുടങ്ങിയ ബാച്ചുകൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ ലൈവായിട്ട് നിൽപ്പുണ്ട്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളായപ്പോൾ അവർ ഇടുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റും അവരുടെ ഇതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക, ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും. വലിയതിലേക്ക് പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ചെറിയൊരു കൺസൾട്ടേഷൻ ഫീസും കൂടി ഈടാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം എത്ര രൂപൻ്റെ ഒരു ചിലവ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 1,00,000 രൂപ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊരു 30 ക്രാബിന് എബോവ് ആയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും. അത് ക്രാബിന് വേണ്ടി മാത്രം ചെയ്യണമെന്നില്ല, മറ്റു മത്സ്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ചെയ്താലും പറ്റും. അപ്പോൾ ആളുകൾക്ക് നമ്മുടെ ക്ലാസ് താല്പര്യം ഉണ്ടെങ്കിൽ വരികയും ഈ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുകയും പോവുകയും ചെയ്യും.